നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ രജിസ്ട്രാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിലെ ഓൺലൈൻ സംവിധാനം തുടക്കത്തിലെ പാളിയതാണ് ഓഫീസ് പ്രവർത്തനം താറുമാറാക്കിയത്. പയ്യന്നൂരിൽ വൻ വ്യാജ CD വേട്ട. പയ്യന്നൂർ സൗത്ത് ബസാറിലെ CD ഷോപ്പിൽ നിന്നാണ് 1000-ഓളം വ്യാജ CD പിടികൂടിയത്. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ വനിതാ പാർലമെന്റിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. പ്രമുഖ നാടക സംവിധായകനും സംസ്ഥാന അവാർഡ് ജേതാവുമായ കോക്കാട് ശശിധരൻ അന്തരിച്ചു. 3.5 പതിറ്റാണ്ടുകാലത്തെ നാടകരംഗത്തെ സജീവ സാന്നിധ്യമാണ് ശശിധരന്റെ വിയോഗത്തിലൂടെ നഷ്ടമായത്. പ്രതിസന്ധികൾക്കിടയിലും തളരാതെ കല്ലുമ്മക്കായ കൃഷിയിൽ വിജയഗാഥ രചിച്ച് കൗവായിക്കായൽ സംരക്ഷണ സമിതി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ രജിസ്ട്രാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിലെ ഓൺലൈൻ സംവിധാനം തുടക്കത്തിലെ പാളിയതാണ് ഓഫീസ് പ്രവർത്തനം താറുമാറാക്കിയത്. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും ചില്ലറയല്ല. അഴിമതിക്ക് തടയിടാനും സേവനങ്ങൾ വേഗത്തിലാക്കാനും ലക്ഷ്യമിട്ട് നടപ്പാക്കിയ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ ഓൺലൈൻ സംവിധാനം തുടക്കത്തിലെ പാളിയതോടെ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ജീവനക്കാർക്ക് പരിശീലനം നൽകാതെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും പദ്ധതി നടപ്പാക്കിയതാണ് തിരിച്ചടിയായിരിക്കുന്നത്. 1 മാസത്തിലേറെയായി സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിച്ചിട്ട്. ഇതോടെ സർക്കാരിന് നികുതി ഇനത്തിൽ നഷ്ടമായത് കോടികളിലേറെയാണ്. വ്യക്തമായ ആസൂത്രണമില്ലാതെയും ഓഫീസുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും നടപ്പാക്കിയ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനമാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം സബ് രജിസ്ട്രാർ ഓഫീസുകളിലെയും പ്രവർത്തനം നിശ്ചലമാക്കിയത്. കേരളത്തിൽ 313 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ 200 എണ്ണത്തിലാണ് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രീകൃതമായ സെർവർ പോലും സ്ഥാപിക്കാതെയാണ് സംവിധാനം നടപ്പാക്കിയത്. ഓഫീസുകളിൽ ആവശ്യത്തിന് കമ്പ്യൂട്ടറുകളും സ്ഥാപിച്ചിട്ടില്ല. ഇതിനു പുറമെ സബ് രജിസ്ട്രാർ ജോലികൾ അന്തിമമായി പൂർത്തീകരിക്കാൻ ചുമതലപ്പെട്ട സബ് രജിസ്ട്രാർമാർക്കും കമ്പ്യൂട്ടർ നൽകിയിട്ടില്ല. ഭൂമിയുടേതടക്കം രജിസ്ട്രേഷൻ ജോലികൾ ഓൺലൈനിലേക്ക് മാറിയെങ്കിലും ഉദ്യോഗസ്ഥരിൽ ഭൂരിപക്ഷത്തിനും ഇവ എങ്ങനെ നടപ്പാക്കണമെന്നറിയില്ല. ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിച്ചതോടെ പ്രതിസന്ധി പരിഹരിക്കാൻ രാവിലെ 7 മുതൽ ജോലിക്ക് എത്താൻ സർക്കാർ ഉത്തരവ് നൽകിയിരിക്കുകയാണിപ്പോൾ. ദിവസേന 100-ലേറെ രജിസ്ട്രേഷൻ നടന്നിരുന്ന ഓഫീസുകളിൽ വിരലിലെണ്ണാവുന്നവ മാത്രമാണ് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. പ്രവർത്തന സ്തംഭനത്തിലായതോടെ രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കും ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വാങ്ങാനെത്തുന്നവരും ദുരിതത്തിലായി. ഓൺലൈൻ സംവിധാനം നടപ്പാക്കിയ ഓഫീസുകളിൽ വൈദ്യുതി പോയാൽ പകരം സംവിധാനം ഒരിടത്തുമില്ലെന്നതും ഖേദകരമാണ്. ധൃതി പിടിച്ച് നടപ്പാക്കിയ മാറ്റം ജനത്തെ വലക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രമുഖ നാടക സംവിധായകനും സംസ്ഥാന അവാർഡ് ജേതാവുമായ കോക്കാട് ശശിധരൻ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. 3.5 പതിറ്റാണ്ടുകാലത്തെ നാടകരംഗത്തെ സജീവ സാന്നിധ്യമാണ് ശശിധരന്റെ വിയോഗത്തിലൂടെ നഷ്ടമായത്. അമേച്ചർ നാടകരംഗത്ത് തനതായിടം കണ്ടെത്തിയ നാടകപ്രവർത്തകനായിരുന്നു മണ്ടൂർ കോക്കാട് അന്തരിച്ച ശശിധരൻ കോക്കാട്. 3.5 പതിറ്റാണ്ടുകാലം നടനായും സംവിധായകനായും സക്രിയമായ ശശിധരന്റെ നാടകങ്ങളിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ശ്രദ്ധ പിടിച്ചു പറ്റിയവ ഏറെയാണ്. 13-ാം വയസ്സിൽ മാടായി ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ നാടക മത്സരത്തിൽ പങ്കെടുത്ത് മികച്ച നടനായി നാടകരംഗത്തെത്തിയ ശശിധരൻ സ്കൂൾ കലോത്സവ വേദിയിലൂടെയാണ് തൻ്റെ കലാവൈഭവങ്ങൾക്ക് തുടക്കമിട്ടത്. അടുത്തില KV രാമചന്ദ്രൻ്റെ ശിഷ്യനായാണ് സംവിധാന രംഗത്ത് എത്തിയത്. പ്രമുഖ നാടക സീരിയൽ തിരക്കഥാകൃത്തായ ഗിരീഷ് ഗ്രാമികയുടെ കോരനാണുങ്ങ, ഒറ്റമുറി, കുമാരേട്ടൻ്റെ ചായക്കട, സിനിമാ തിരക്കഥാകൃത്തും നാടകരചയിതാവുമായ പ്രദീപ് മണ്ടൂരിൻ്റെ ഭൂലം, ദ്വന്ദ്വം, അബ്ദുള്ള തുടങ്ങി ഇരുവരുടെയും 30ഓളം നാടകങ്ങളും 20ഓളം ഇതര നാടകങ്ങളും ശശിധരൻ സംവിധാനം ചെയ്തു. മികച്ച സംവിധായകനുള്ള സംഗീത നാടക അക്കാദമി പുരസ്കാരം, KPSC പുരസ്കാരം,
AKG നാടക പുരസ്കാരം, അമേച്ചർ നാടക സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് തുടങ്ങിയ നിരവധി ബഹുമതികൾ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഡൽഹി, കൽക്കത്ത എന്നിവിടങ്ങളിലടക്കം ദേശീയ വേദികളിൽ നാടകങ്ങൾ അരങ്ങേറിയിരുന്നു. M. ശശിധരൻ്റെ നാട്ടിലെ പാട്ട് എന്ന നാടകമൊരുക്കി പയ്യന്നൂരിൽ മഹാദേവ ഗ്രാമത്തിൽ 13-ന് അരങ്ങേറാനിരിക്കെയാണ് ശശിധരൻ്റെ അന്ത്യം. തപസ്യ കലാസാഹിത്യവേദി ഉപദേശക സമിതി അംഗം, സമന്വയ കോക്കാട് രക്ഷാധികാരി, പിലാത്ര നാടക കൂട്ടായ്മ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു വരികയായിരുന്നു. ശശിധരൻ സംവിധാനം ചെയ്ത തീയകം എന്ന നാടകം അടുത്തിടെയാണ് പിലാത്രയിൽ അരങ്ങേറ്റം കുറിച്ചത്. നാടക പ്രവർത്തനങ്ങളിൽ നിരവധി ശിഷ്യന്മാരും സുഹൃത്ത് വലയത്തിനും ഉടമയാണ് ശശിധരൻ. പരമ്പരാഗതമായ ആശാരിപ്പണിയെടുത്ത് കുടുംബജീവിതം നയിച്ചാണ് ശശിധരൻ നാടകരംഗത്ത് സജീവമായത്. ശശിധരൻ കോക്കാടിൻ്റെ മരണവാർത്തയറിഞ്ഞ് നാടകപ്രവർത്തകരും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ വ്യക്തിത്വങ്ങളും ജനപ്രതിനിധികളുമടക്കം വഞ്ചനാവലിയാണ് കോക്കാട്ടെ വസതിയിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. രഞ്ജിനിയാണ് ഭാര്യ. സവ്യസാജി, കൃത്തിവാസ്, കശ്യപ് കണ്ണൻ എന്നിവർ മക്കളാണ്. പരേതനായ കുഞ്ഞിക്കണ്ണൻ്റെയും പാർവതിയുടെയും മകനാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂരിൽ വൻ വ്യാജ CD വേട്ട. പയ്യന്നൂർ സൗത്ത് ബസാറിലെ CD ഷോപ്പിൽ നിന്നാണ് 1000-ഓളം വ്യാജ CDകൾ പിടികൂടിയത്. പിടികൂടിയതിൽ ഏറ്റവും പുതിയ തമിഴ് ചിത്രത്തിന്റെ CDയും ഉൾപ്പെടുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പയ്യന്നൂർ സൗത്ത് ബസാറിലെ CD ഷോപ്പിൽ നിന്നും വ്യാജ CD ശേഖരം പിടികൂടിയത്. പയ്യന്നൂർ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പയ്യന്നൂർ SI KG വിപിൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം റെയ്ഡ് നടത്തിയത്. ഏറ്റവും പുതിയ തമിഴ് സിനിമയായ മിരുതന്റേതുൾപ്പെടെ പുതിയ സിനിമകളുടെ നിരവധി വ്യാജ CDകളാണ് പോലീസ് കണ്ടെടുത്തത്. പിടികൂടിയവയിൽ തമിഴ് കൂടാതെ മലയാളം, ഹിന്ദി ഭാഷകളിലെ പുതിയ സിനിമകളുടെ CDയും ഉൾപ്പെടും. പയ്യന്നൂരിലെ മറ്റ് CD ഷോപ്പുകളിലും ഇത്തരം വ്യാജ CD വിൽപ്പനകളുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച രഹസ്യവിവരമെന്ന് SI KG വിപിൻകുമാർ പറഞ്ഞു. ഇനിയും ഇത്തരം വ്യാജ CDകൾ മറ്റുള്ള ഷോപ്പുകളിലുണ്ടെന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അതിനുവേണ്ട ഇത്തരക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ശുദ്ധജല പദ്ധതികൾക്ക് 30 കോടി രൂപ നീക്കിവെച്ച് ഈസ്റ്റ് എളേരി പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ ജനകീയ ബജറ്റ്. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെയാണ് ജലനിധി പദ്ധതിക്കായി തുക വകയിരുത്തിയത്. ശുദ്ധജല പദ്ധതികൾക്കായി 30 കോടി രൂപ നീക്കിവെച്ച് ഈസ്റ്റ് എളേരി പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ ജനകീയ ബജറ്റ്. പ്രാരംഭ ബാക്കിയടക്കം 31,77,970 രൂപ വരവും 30,60,81,582 രൂപ ചെലവും 1,76,47,541 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ഇസ്രായേലി ഗ്രാമപഞ്ചായത്ത് മലബാർ ക്യാൻസർ സൊസൈറ്റിയുമായി ചേർന്നുകൊണ്ട് പുനർജനി എന്ന ഒരു പരിപാടി. ക്യാൻസർ നമ്മുടെ ഈ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ വളരെയധികം രൂക്ഷമായ കടന്നാക്രമണം നടത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. മുൻകൂട്ടി ക്യാൻസർ ലക്ഷണങ്ങൾ കണ്ട് അവർക്ക് തുടർ ചികിത്സാ സംവിധാനം സംസ്ഥാന ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് തുടർ ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ 30 കോടി രൂപയാണ് ജലനിധി പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. മലബാർ ക്യാൻസർ കെയർ സെന്ററുമായി ചേർന്ന് ക്യാൻസർ രോഗനിർണയ പരിപാടി പുനർജനി പദ്ധതിക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. പ്രായമുള്ളവരെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കാനായി സാന്ത്വന പരിപാലന പരിപാടി, വയോകിരണം, മൃഗസംരക്ഷണത്തിനായി സുരഭി 2016 എന്നിവയ്ക്കും ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് 2.5 കോടി രൂപയും, ശ്മശാന നവീകരണം, ആധുനിക അറവുശാലയുടെ നിർമ്മാണം, പഞ്ചായത്ത് ഓഫീസിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ വൈഫൈ സംവിധാനം, പ്രാഥമിക ആരോഗ്യ കേന്ദ്ര ഹോസ്പിറ്റൽ സമുച്ചയത്തിനായി 2 കോടി രൂപയും, റോഡ് നിർമ്മാണത്തിന് 2.75 കോടി രൂപയും, പട്ടിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും കുടുംബശ്രീക്ക് ആധുനിക രീതിയിലുള്ള ഓഫ്സെറ്റ് പ്രസ് സ്ഥാപിക്കുന്നതിനും ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട് സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് 3/2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ജനകീയ വികസന മുന്നണിയുടെ ആദ്യ ബജറ്റാണിത്. എല്ലാ മേഖലകൾക്കും അതിൻ്റെതായ അർത്ഥത്തിൽ തുക വകയിരുത്തുകയും പുതിയ പല പദ്ധതികൾ ആസൂത്രണം ചെയ്തും പ്രതിപക്ഷാംഗങ്ങൾ പോലും അംഗീകരിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. ഫിലോമിന ജോണിയാക്കാട്ട് അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇന്ത്യയിലെ അസഹിഷ്ണുത ലോകത്ത് വലിയ തോതിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ ധാർഷ്ട്യമാണ് സ്ഥിതി കൂടുതൽ വഷളാകാൻ കാരണമെന്നും എഴുത്തുകാരൻ N. മുകുന്ദൻ നെറ്റ്വർക്ക് ന്യൂസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൽബുർഗിയുടെ സംഭവത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ പ്രതിരോധത്തിനുള്ള കരുത്ത് നമ്മൾ ആർജിച്ചിട്ടുണ്ടെന്നും മുകുന്ദൻ അഭിപ്രായപ്പെട്ടു. മുമ്പും അസഹിഷ്ണുത ഉണ്ടായിട്ടുണ്ട്. അന്ന് പത്തി താഴ്ത്തിയിരുന്നെങ്കിലും പുറത്തു കൊണ്ടുവരാൻ ധൈര്യമുണ്ടായില്ല. അത് ഭരണകൂടത്തിന്റെ സപ്പോർട്ടില്ലാത്തതാണ് കാരണം. കേന്ദ്രത്തിന്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് അസഹിഷ്ണുത ഇന്ന് കൂടുതൽ കരുത്താർജിക്കുന്നതെന്നും M. മുകുന്ദൻ പറഞ്ഞു. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടല്ലോ ഈ
ബീഫിനെ കുറിച്ച് ഒരു പുസ്തകമുണ്ടല്ലോ, ബീഫിനെ പറ്റിയിട്ടുള്ള ഹോളി കൗ എന്ന് പറഞ്ഞ പഴയ ICHR ചെയർമാൻ ഡോക്ടർ ജായി ഒരു പുസ്തകമുണ്ട്, വളരെ കാലം മുമ്പാണ്. എനിക്കൊന്നൊരു 10-20 വർഷം മുമ്പ് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. പിന്നെ ഹോളി കൗ എന്ന് പറഞ്ഞാൽ ഈ ബീഫിനെ കുറിച്ചുള്ള. അതിൽ അദ്ദേഹം പറയുന്നത് പിന്നെ പഴയ വേദകാലത്ത് തന്നെ സവർണർ ബീഫ് കഴിച്ചു എന്ന് പറയുന്നത്. അത് അദ്ദേഹം തെളിവുകൾ കാണിച്ചുകൊണ്ട്, സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം, ചരിത്രകാരനാണ്, അദ്ദേഹം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പം അന്നും ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. ഞങ്ങളാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നതെന്ന ധാർഷ്ട്യമാണ് സംഘപരിവാറിനുള്ളത്. ആർക്കും ഒന്നും മിണ്ടാൻ കഴിയില്ല. നാം എന്ത് കഴിക്കണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കും. ചെയ്യാത്ത കുറ്റത്തിന് തുറങ്കിലകപ്പെടുന്നു. ജനാധിപത്യ രാജ്യത്ത് എങ്ങനെ ജീവിക്കും? അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിസന്ധികൾക്കിടയിലും തളരാതെ കല്ലുമ്മക്കായ കൃഷിയിൽ വിജയഗാഥ രചിച്ച് കവ്വായിക്കായൽ സംരക്ഷണ സമിതി. 1-ാം ഘട്ടത്തിൽ മികച്ച വിളവ് ലഭിച്ചതിന്റെ ആവശ്യത്തിൽ 2-ാം ഘട്ട കൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ സമിതി. വ്യത്യസ്തമായ കൃഷിരീതിക്ക് തുടക്കം കുറിക്കണമെന്ന ആശയവുമായാണ് കവ്വായിക്കായൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ കല്ലുമ്മക്കായ കൃഷിക്ക് തുടക്കം കുറിച്ചത്. വിത്തിന്റെ ക്ഷാമം കൊണ്ട് തന്നെ മംഗലാപുരത്തു നിന്നുമാണ് വിത്ത് കൊണ്ടുവന്നത്. കാലാവസ്ഥയും മറ്റു ഘടകങ്ങളും അനുകൂലമായതോടെ മികച്ച വിളവും ലഭിച്ചു. ഈ ആവേശത്തിലാണ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 2-ാം ഘട്ട കൃഷിക്ക് ഒരുങ്ങുന്നത്. എന്നാൽ ഇത്തവണ നിരവധി പ്രതിസന്ധികൾ ഈ സംഘത്തിന് തരണം ചെയ്യേണ്ടതായുണ്ട്. പുഴയിലെ വെള്ളത്തിൽ വന്ന വ്യത്യാസവും ഈ മണൽ പദ്ധതിയിലെ പൂഴിയെടുപ്പും കല്ലുമ്മക്കായ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയും ഈ സംഘത്തിനുണ്ട്. എങ്കിലും കഴിഞ്ഞ തവണത്തെ കൃഷിയിൽ ലഭിച്ച മികച്ച വിളവെടുപ്പിന്റെ ആവേശത്തിലാണ് 7 പേരടങ്ങുന്ന സംഘം 2-ാം ഘട്ട കൃഷിക്ക് ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ ഖാദിയുടെ ഉൽപാദന കേന്ദ്രം തൃക്കരിപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു പൊക്കൾ കൂടി ബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. നമുക്ക് അന്നു മുതൽ ഇന്നേ വരെ ഒരു വല്ലാത്ത ആത്മചൈതന്യം പകരുന്ന ഒരു അനുഭവമാണ് ഖാദിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ഖാദി ബോർഡിൻ്റെ രൂപീകരണവും ഖാദി ബോർഡ് കഴിഞ്ഞ പതിറ്റാണ്ട് കാലങ്ങൾക്കിടയിൽ കേരളത്തിനകത്ത് നടത്തിയ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബഹുമാനപ്പെട്ട സാഹിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. ഖാദി ഉൽപാദന വിതരണ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച് ഗ്രാമീണ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ ഉൽപാദന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. പദ്ധതിയുടെ ആദ്യപടിയായി തൃക്കരിപ്പൂരിൽ ഖാദി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ KP നൂറുദ്ദീൻ അധ്യക്ഷനായി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PV പത്മജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രവി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം P കുഞ്ഞമ്പു, ജില്ലാ വ്യവസായ പ്രൊജക്ട് ഓഫീസർ P സുരേഷൻ, പയ്യന്നൂർ ഖാദി കേന്ദ്രം അക്കൗണ്ട് ഓഫീസർ N നാരായണൻ, ഡയറക്ടർ ഇൻചാർജ് KV ഗിരീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഏഴോം ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിന് പുതിയ കെട്ടിടമൊരുങ്ങുന്നു. 1 കോടി 2 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. മന്ത്രി വിളവെടുപ്പിൽ വന്ന ദിവസമായിരുന്നു. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. തോണി മറിയുകയും നമ്മളെല്ലാവരും വെള്ളത്തിനിടയിലായി ചെയ്തിട്ടുള്ള ആ സംഭവം. അത് നമ്മുടെ ഗോവിന്ദേട്ടന്റെ മകളുടെ വീട്ടിലായിരുന്നു ആ ചടങ്ങ് വെച്ചിരുന്നത്. അപ്പൊ കുഞ്ഞിനാവട്ടം പറഞ്ഞു, നിന്നെ സ്വീകരിക്കാൻ വേണ്ടി കുറെ ആളുകൾ വരുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താണ്? 114 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഏഴോമൂല ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിന് ഏറെക്കാലത്തെ ശ്രമഫലമായാണ് കെട്ടിടം പണിയാൻ 1 കോടി 2 ലക്ഷം രൂപ അനുവദിച്ചത്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം TV രാജേഷ് MLA നിർവഹിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D വിമല അധ്യക്ഷയായി. സ്കൂൾ പ്രധാനാധ്യാപിക ഗ്രാസിയ M ജോസഫ്, CO പ്രഭാകരൻ, A സുതാജ്, PP റീത്ത, CM ഹരിദാസ്, CV കുഞ്ഞിരാമൻ, P നാരായണൻകുട്ടി, ശശിധരൻ മാസ്റ്റർ, PK വിശ്വനാഥൻ, MP മൊയ്തീൻ, KP മോഹനൻ, പാറയിൽ കൃഷ്ണൻ, MP മുഹമ്മദ് കുഞ്ഞി, ഷാഹിനായ, MP നാസർ, KV അബ്ദുൾ റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി സ്മൃതി മന്ദിരം മാർച്ച് 4-ന് ഖാദി ബോർഡ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
പയ്യന്നൂരിൻ്റെ ചരിത്ര പ്രാധാന്യം ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ടത് ആവശ്യമില്ല. എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നവരാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരള ഖാദി ബോർഡ് ആ ചരിത്ര പ്രാധാന്യത്തിനനുസരിച്ചിട്ട് ഉള്ള ഒരു പദ്ധതിക്ക് പയ്യന്നൂരിൽ രൂപം നൽകിയത്. മഹാത്മാഗാന്ധിയുടെയും ഖാദി പ്രസ്ഥാനത്തിന്റെയും ചരിത്ര സ്മരണകൾ നിലനിർത്തുന്നതിന് കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് രൂപകൽപ്പന ചെയ്ത ഗാന്ധി സ്മൃതി മന്ദിരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മാർച്ച് 4 രാവിലെ 11 മണിക്ക് ഖാദി സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിക്കും. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ പഴയ കെട്ടിടം 55 ലക്ഷം രൂപ ചെലവ് ചെയ്ത് നവീകരിച്ചാണ് സ്മൃതി മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ഗാന്ധി ഖാദി മ്യൂസിയം സ്ഥാപിക്കുന്നതിനായി കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രത്യേക താൽപര്യമെടുത്തു ഈ വർഷത്തെ ബജറ്റിൽ 1 കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട്. ഈ തുക ഉപയോഗിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി സമ്പൂർണ്ണവും സജീവമായ ഒരു ചരിത്ര പഠന മ്യൂസിയവും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്രദമായ ഒരു ഗ്രന്ഥാലയവും സജ്ജമാക്കും. ഗാന്ധി സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീകൃഷ്ണൻ MLA അധ്യക്ഷത വഹിക്കും. ഇതോടൊപ്പം നടക്കുന്ന ഖാദി സെമിനാർ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ KA സരള വിഷയം അവതരിപ്പിക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻമാർ തുടങ്ങി പ്രഗത്ഭ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിക്കും. മാധ്യമ സമ്മേളനത്തിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ KP നൂറുദ്ദീൻ, പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ KV ഗിരീഷ് കുമാർ, ഖാദി ഗാന്ധി മ്യൂസിയം കോർഡിനേറ്റർ PK മൊയ്തീൻകുട്ടി എന്നിവർ സംബന്ധിച്ചു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വനിതാ പാർലമെന്റിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. പബ്ലിക് ലൈബ്രറി പരിസരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം GD നായർ ജാഥ ക്യാപ്റ്റൻ KG വത്സലകുമാരിക്ക് പതാക കൈമാറി. നമ്മളോട് സ്ത്രീപക്ഷമായി ചിന്തിക്കുന്ന ഗവൺമെന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ LDF ഗവൺമെന്റ് നിരവധിയായിട്ടുള്ള സമയങ്ങളെല്ലാം തന്നെ വന്നപ്പോഴെല്ലാം തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ KP ജ്യോതി അധ്യക്ഷയായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, കൗൺസിലർ AK ശ്രീജ, PP ലക്ഷ്മി ടീച്ചർ, VV ശോഭ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ഇരിടാവ് നളന്ദ സ്പോർട്സ് ക്ലബ്ബ് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിലെ കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏതാണ്ട് 20ഓളം വരുന്ന കുട്ടികൾക്ക് ഈ ഗ്രൗണ്ടിൽ വെച്ച് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ പരിശീലനത്തിൽ വന്ന് 2 മണിക്കൂർ പരിശീലനത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള യൂണിഫോമാണ് നമ്മുടെ ജില്ലയ്ക്കകത്തെ പ്രധാന. നളന്ദ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ പരിശീലനം നേടുന്ന 90ഓളം കുട്ടികൾക്കാണ് ജേഴ്സി നൽകിയത്. PM ഹുണ്ടായി, കൊടുവള്ളി, പവർ ആൻഡ് ഷവർ, ഇമ്പാക്ട് കണ്ണൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജേഴ്സി സ്പോൺസർ ചെയ്തത്. K ഭരതൻ, KV ശിവദാസൻ, T ചന്ദ്രൻ, TT പവിത്രൻ, KV സുകുമാരൻ, KT രാജീവൻ, B ജിതേഷ്, ചന്ദ്രശേഖരൻ, PP ഷാജിർ, K ഷൈനേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കരിവള്ളൂർ പുത്തൂർ പാച്ചേനി കൈപ്പുറത്ത് കാർത്യാനിയുടെയും വികലാംഗനായ ഭർത്താവ് മോഹനന്റെയും വീടിന്റെ കോൺക്രീറ്റ് വർക്കുകൾ CWSA കാങ്കോൽ യൂണിറ്റ് സൗജന്യമായി ചെയ്തു കൊടുത്തു. നാട്ടുകാരും ശ്രമദാനത്തിൽ പങ്കാളികളായി. നിർധനയും നിരാലംബയുമായ കൈതപ്പുറത്ത് കാർത്യായനിയും വികലാംഗനായ ഭർത്താവും +1 പഠിക്കുന്ന മകളും അടങ്ങുന്നതാണ് കുടുംബം. കാർത്യായനി കൂലിവേല ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് CWSA കാങ്കോൽ യൂണിറ്റും നാട്ടുകാരും ചേർന്ന് കാർത്യായനിയുടെ വീടിന്റെ കോൺക്രീറ്റ് വർക്കുകൾ സൗജന്യമായി ചെയ്തു കൊടുത്തത്. എന്ന് പറയുന്നത് ഒരു വികലാംഗനാണ്. അദ്ദേഹത്തിന് ശരിയായി നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഒരു ഭാര്യയും അതുപോലെ ഒരു പെൺകുട്ടിയാണ് ഇവർക്കുള്ളത്. ഒരു പശു ആണ് അവരുടെ ഏക വരുമാനമാർഗം. അപ്പോൾ അതിലൂടെ മാത്രം ജീവിക്കുന്ന ആ കുടുംബത്തെ സഹായിക്കാൻ സെക്രട്ടറി AV മുരളി, പ്രസിഡന്റ് P തമ്പാൻ എന്നിവർ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ എടയിലക്കാട് പുതുതായി നിർമ്മിച്ച കേരള ഖാദി വീവിംഗ് കോംപ്ലക്സ് മാർച്ച് 4 പ്രവർത്തനം ആരംഭിക്കും. ഖാദി സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഈ എടയിലക്കാട് സാധാരണ മോട്ടറാണ് ഇവിടെ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇടയിൽക്കാട്ട് ഞങ്ങളൊരു സിൽക്ക് യൂണിറ്റ് കൂടി ആരംഭിക്കാൻ ശ്രമം ആരംഭിക്കുന്നുണ്ട്. അവിടെ 10 കിലോ ഉപയോഗിച്ചിട്ട് സിൽക്ക് വീതി കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിക്കാൻ പോകുന്ന ഒരു സംരംഭം ആരംഭിക്കുകയാണ് ഇടയിൽക്കാട്.
കേരള ഖാദി ഗ്രാമ വ്യവസായ ഫെഡറേഷൻ കേരളത്തിലെ ഖാദി സ്ഥാപനങ്ങളുടെ കേന്ദ്ര സംഘടനയാണ്. ഫെഡറേഷന്റെ പ്രവർത്തനം കാസർഗോഡ് ജില്ലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരിന്റെ ആധുനികവൽക്കരണ പദ്ധതി പ്രകാരവും ഖാദി ഗ്രാമവ്യവസായ കമ്മീഷന്റെ KRDP പദ്ധതി പ്രകാരവും ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് ഇടയിലക്കാട് പുതുതായി കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്. ഖാദി വിവിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഖാദി സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിക്കും. നെയ്ത്ത് പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം C കൃഷ്ണൻ MLAയും യാൺ ഡൈയിങ് ആൻഡ് റൈഡി വാർപ്പിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഖാദി കമ്മീഷൻ സ്റ്റേറ്റ് ഡയറക്ടർ I ജവഹറും 10 തറികൾ ഉപയോഗിച്ച് പുതുതായി ആരംഭിക്കുന്ന സിൽക്ക് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ KP നൂറുദ്ദീൻ നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി KP ഗോപാലപൊതുവാൾ, EN ബാലൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മൂരിക്കോവൽ ഗ്രാമവേദിയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി 5ാം ഘട്ട വിളവെടുപ്പ് ഇട്ടാങ്കുവലിൽ നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഡ് കൗൺസിലർമാരായ KP ഷിനി, പോത്തേര കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഡോക്ടർ മീര മഞ്ജുഷ, KBR കണ്ണൻ, ലേഖ, അജിത് കുമാർ, കരിപ്പിരി ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. രാജേഷ് ബാബു, T സുരേഷ് കുമാർ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. കക്കിരി, വെള്ളരി, കുമ്പളം, ചീര, പയർ, കൊടവരം, പടവലം, വെണ്ട എന്നിവയാണ് കൃഷി ചെയ്തത്. പയ്യന്നൂർ ഉപജില്ലാ അറബിക് അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർമെന്റ് ഇപ്പോൾ സാധാരണഗതിയിൽ മാർച്ച് അങ്ങനെയൊരു കണക്കില്ല. സാധാരണ അത് വ്യത്യസ്തമായി ഇപ്പോഴത്തെ ഒരു നിയമം വെച്ച് സർവീസിൽ കയറുന്ന മുറക്ക് അതിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ സർവീസിൽ നിന്നും വിരമിക്കുന്ന പയ്യന്നൂർ AO VM രാജീവൻ, പയ്യന്നൂർ BMLP അറബിക് അധ്യാപകൻ M അബ്ദുറഹിമാൻ മാസ്റ്റർ എന്നിവർക്കുള്ള യാത്രയപ്പാണ് പരിപാടിയിൽ നടന്നത്. VV അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷനായി. കൗൺസിലർ MK ഷമീമ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. BPO ഹരിപ്രസാദ്, K മുഹമ്മദ് മാസ്റ്റർ, കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, ജാക്ലിൻ ബിൻല സ്റ്റാൻലി, പെരിങ്ങോം ഹാരിസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി സംസ്ഥാന കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ SABTM തായ്നരി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അഫ്സലിന് അനുമോദനവും നൽകി. തൃക്കരിപ്പൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വിവിധയിടങ്ങളിൽ ഹൈമാസ്റ്റ് ലാമ്പുകൾ സ്ഥാപിക്കാൻ നടപടിയായി. പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ശേഷം ഒരു 10 ദിവസം കൊണ്ട് സ്ഥാപിക്കും അല്ലേ? എത്ര ഹൈറ്റിൽ പോള്? എത്ര മീറ്റർ പോള്? 10 മീറ്റർ ഹൈറ്റ്. തൃക്കരിപ്പൂരിലെ നടക്കാവ്, തങ്കേമുക്ക്, പടന്ന മൂസ ഹാജിമുക്ക്, പടന്ന കടപ്പുറം എന്നിവിടങ്ങളിലും കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ, മടക്കര, നീലേശ്വരം, പടിഞ്ഞാറേ ബസാർ, രാജാസ് ഹൈസ്കൂൾ, താലൂക്ക് ആശുപത്രി, കാലിക്കടവ്, വെള്ളച്ചാൽ, ചീമേനി, കയ്യൂർ, കമ്പല്ലൂർ, ചിറ്റാരിക്കാൽ, നർക്കിലക്കാട്, ഭീമനടി എന്നിവിടങ്ങളിലുമാണ് തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 17ഓളം ഹൈമാസ്റ്റ് ലാമ്പുകൾ സ്ഥാപിക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഫെബ്രുവരി 27 മുതൽ 29 വരെ പാലക്കാട് നടന്ന 27ാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഫെഡറൽ ബാങ്ക് പയ്യന്നൂർ ശാഖയിലെ ഉദ്യോഗസ്ഥൻ K മനോജ് കുമാറിനെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. തൃക്കരിപ്പൂർ തങ്കയം ശ്രീ ക്ഷേത്പാലക ക്ഷേത്രം മൂവാണ്ട് കളിയാട്ട മഹോത്സവം മാർച്ച് 5 മുതൽ 8 വരെ നടക്കും. തിരുമുടിക്കുള്ള കവുങ്ങ് മുറിക്കൽ ചടങ്ങ് ബുധനാഴ്ച നടന്നു. അള്ളട സ്വരൂപത്തിനധിപൻ ശ്രീ ക്ഷേത്രപാലകനീശ്വരന്റെ തിരുമുടി മറ്റു വലിയ മുടികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തവും ആകർഷണീയവുമാണ്. 11 കോൽ നീളമുള്ള മത്സ്യാകാരത്തിലുള്ള കോടം എന്ന തിരുമുടി കാർക്കോടകൻ എന്ന നാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. 3 കൊല്ലത്തിൽ കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ തങ്കയം ശ്രീ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ എല്ലാ കളിയാട്ടത്തിലും പുതുതായി തിരുമുടി നിർമ്മിക്കണം. ഇതിനായുള്ള കവുങ്ങാണ് ബുധനാഴ്ച രാവിലെ മുറിച്ചെടുത്തത്. തുടർന്ന് ബാല്യക്കാർ ചുമലിലേറ്റി കവുങ്ങ് ക്ഷേത്രത്തിലെത്തിച്ചു. ക്ഷേത്രപാലകന്റെ കോലധാരിയായ കിണാവൂർ നേണിക്കം കവുങ്ങ് നിരീക്ഷിച്ച് തിരുമുടിയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. ഇനിയുള്ള 3 ദിവസങ്ങൾക്കുള്ളിൽ നേണിക്കത്തിന്റെ നേതൃത്വത്തിൽ തിരുമുടി നിർമ്മാണം പൂർത്തിയാകും. കവുങ്ങുമുറിക്ക് മുന്നോടിയായി കോലധാരി രാജീവൻ നേണിക്കത്തെ അവറൊന്നൻ കളരിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങും നടന്നു. മാർച്ച് 5 മുതൽ 8 വരെയാണ് ക്ഷേത്രത്തിൽ കളിയാട്ടം. 8 രാവിലെ 11 മണിക്ക് ക്ഷേത്രപാലകൻ ഈശ്വരന്റെ തിരുമുടി നിവരും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. CH യുവകേന്ദ്രം കുഞ്ഞിമംഗലം SSLC+2 വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു.
മുന്നൊരുക്കമെന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ടി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. 74 കുട്ടികളെ പങ്കെടുപ്പിച്ച് ആ ക്ലാസ് കഴിഞ്ഞ് പങ്കെടുത്ത 74 കുട്ടികളും കുഞ്ഞുമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഉന്നത വിജയം നേടിയ ഒരു ചരിത്രം നമുക്കുണ്ട്. അതിന് തുടർച്ചയായി 2-3 സംഘടനകൾ മാറി മാറി സിജി എന്ന സംഘടനയുമായി സഹകരിച്ച് ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ പുരോഗതിയെ മുൻകണ്ടിൽ കണ്ടുകൊണ്ട് നല്ലൊരു തുടക്കങ്ങളാണ് കുറിച്ചിരിക്കുന്നത്. മുസ്തഫ മാസ്റ്റർ ടി.പി. മുഖ്യപ്രഭാഷണം നടത്തി. എൻ ഇബ്രാഹിം അധ്യക്ഷനായി. സുബൈർ CV, MKP മുസ്തഫ എന്നിവർ സംസാരിച്ചു. ക്ലാസ്സിന് MK മുനീർ നേതൃത്വം നൽകി. SSLC +2 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. തലിച്ചാലം A ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്റർ പരിശീലന ക്ലാസ് കുഞ്ഞാലി സ്മാരക വായനശാല ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസം തോറും നമുക്ക് ഈ വിഷം തിന്നുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം നമ്മുടെ മാനഹാനി തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ ജനിക്കുന്ന കുട്ടികൾ മുതൽ നമുക്ക് കണ്ടുവരുന്നതാണ് ക്യാൻസർ പോലുള്ള രോഗം. ഈ രോഗം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സമഗ്ര പച്ചക്കറി വികസന പദ്ധതി 2016-17 ഭാഗമായി നടപ്പിലാക്കുന്ന തലിച്ചാലം A ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററിലെ കർഷകർക്കാണ് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് അംഗം TV വിനോദ് കുമാർ അധ്യക്ഷനായി. കൃഷി ഓഫീസർ KV ഷീന പദ്ധതി വിശദീകരിച്ചു. പച്ചക്കറി കൃഷി, നഴ്സറി നിർമ്മാണവും പരിപാലനവും എന്ന വിഷയത്തിൽ റിട്ടയർഡ് കൃഷി ഓഫീസർ P രവീന്ദ്രൻ കർഷകർക്ക് ക്ലാസ് എടുത്തു. CP തമ്പാൻ മാസ്റ്റർ, രാഘവൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം തൃപ്പാണിക്കര വിശ്വകർമ്മ കൽക്കൂറ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നവീകരണ കലശം മാർച്ച് 4 മുതൽ 7 വരെ നടക്കും. പുരാണങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ പറയുന്നു. അങ്ങനെ കൽക്കൂറ ഭഗവതി എന്ന് പേര് വിളിച്ചപ്പോൾ തൃപ്പാണിക്കര വിശ്വകർമാക്കളെ ഭഗവതി തിരിച്ച് തൃപ്പാണിക്കര കാരണവർ എന്ന് അഭിസംബോധന ചെയ്തു എന്നാണ് പഴമക്കാർ പറഞ്ഞ് അറിയുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം ജീർണാവസ്ഥയിലായതിനാലാണ് പുനർനിർമ്മാണം പൂർത്തിയാക്കി മാർച്ച് 4 മുതൽ 7 വരെ നവീകരണ കലശം നടക്കുന്നത്. മാർച്ച് 4 വൈകുന്നേരം പള്ളിക്കോൽ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കലവറ നിറക്കൽ ഘോഷയാത്രയോടെയാണ് കലശ മഹോത്സവ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. തുടർന്ന് 6:30 മെഗാ തിരുവാതിരയും കലാസന്ധ്യയും അരങ്ങേറും. മാർച്ച് 5 വൈകുന്നേരം ആചാര്യ സ്വീകരണം. ക്ഷേത്രം തന്ത്രി നടുവത്ത് പൊടിയൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടിനെ ആണ്ടാങ്കുവൽ മുത്തപ്പൻ മടപ്പുര പരിസരത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. 7:30 സാംസ്കാരിക സമ്മേളനം CK രവീന്ദ്രവർമ്മ രാജ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 7 മുദ്രാ കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്യനൃത്യങ്ങളും അരങ്ങേറും. മാർച്ച് 6 താന്ത്രിക കർമ്മങ്ങൾക്ക് പുറമെ രാത്രി 8 മണിക്ക് പയ്യന്നൂർ നിസരി ഓർക്കസ്ട്രയുടെ ഗാനമേളയും ഉണ്ടാകും. മാർച്ച് 7 പുലർച്ചെ 2:45-നും 3:50-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ ദേവീദേവന്മാരുടെ പ്രതിഷ്ഠാകർമ്മം നടക്കും. ഉച്ചയ്ക്ക് ദേവീപ്രസാദമായി അന്നദാനവും ഉണ്ടായിരിക്കും. അന്നേ ദിവസം വൈകുന്നേരം നട തുറന്ന അടിയന്തരവും നടക്കും. ക്ഷേത്രത്തിൽ ഏപ്രിൽ 28-29 തീയതികളിൽ കളിയാട്ട മഹോത്സവം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി PP ഗോവിന്ദൻ, തൃപ്പാണിക്കര ബാലൻ, T രാഘവൻ, T രാജീവൻ, T ഭാഗേഷ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അന്നൂർ ആർഷ വിദ്യാലയം 18ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PP കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷനായി. PM രവീന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. എൻഡോമെന്റ് വിതരണം AV കുഞ്ഞപ്പൻ മാസ്റ്ററും റിപ്പോർട്ട് അവതരണം NV കുഞ്ഞിരാമൻ മാസ്റ്ററും നിർവഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി സ്കൂളിലെ പ്രതിഭകളെ അനുമോദിച്ചു. മുരളീകൃഷ്ണൻ, ജയ ഗംഗാധരൻ, അതുൽ രാജ്, PP ശ്രീജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പയ്യന്നൂർ വൈദിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ സംവാദ സദസ്സ് ശ്രീ ശങ്കരനാരായണം മാർച്ച് 3-4 തീയതികളിൽ ഗാന്ധി പാർക്കിൽ നടക്കും. ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ മനീഷാ പാഞ്ചകവും ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകവും ഒരു തുറന്ന സംവാദത്തിലൂടെ മനനം ചെയ്യുന്നു. ജ്ഞാനയജ്ഞം 3-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. 5:15 മുതൽ സ്വാമിജിയുടെ പ്രഭാഷണവും തുടർന്ന് 7:15 മുതൽ സംവാദവും നടക്കും. 2 ദിനങ്ങളിലായാണ് പ്രഭാഷണ പരമ്പര നടക്കുക. ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാസുദേവൻ KM, പ്രകാശൻ പയ്യന്നൂർ, രവീന്ദ്രൻ മാസ്റ്റർ TV എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. താവം ശ്രീ കൂർമ്പക്കാവ് താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു.
2 ദിനങ്ങളിലായി നടന്നുവരുന്ന പെരുവാമ്പ ശ്രീ വയനാട്ടുകുലുവൻ ക്ഷേത്രം കളിയാട്ടം സമാപിച്ചു. വിവിധ തെയ്യക്കൊലങ്ങൾ അരങ്ങിലെത്തി. മാർച്ച് 1, 2 ചൊവ്വ ബുധൻ ദിനങ്ങളിലായാണ് പെരുവാമ്പ ശ്രീ വയനാട്ടുകുലുവൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവം നടന്നത്. കളിയാട്ടത്തിന്റെ ഭാഗമായി മാർച്ച് 1 ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് കാഴ്ചവരവും വിവിധ തെയ്യക്കൊല്ലങ്ങളുടെ തോറ്റവും നടന്നു. രണ്ടാം ദിനമായ ബുധനാഴ്ച പുലർച്ചെ 3 മണി മുതൽ കുറുമ്പിലോട്ട് ഭഗവതി, പെരുവാമ്പ ചാമുണ്ടി, പുതിയ ഭഗവതി, വയനാട്ടുകുലവൻ, വിഷ്ണുമൂർത്തി, കരിമണൽ ചാമുണ്ടി, ഗുളികൻ, കാട്ടുമുടന്ത എന്നീ തെയ്യക്കൊലങ്ങളും കെട്ടിയാടി. കളിയാട്ട ഭാഗമായി അന്നദാനവും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കടന്നപ്പള്ളി ശ്രീ വെള്ളാലത്ത് ശിവക്ഷേത്രം ശിവരാത്രി മഹോത്സവത്തിന് മാർച്ച് 5-ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 5, 6, 7, 8 തീയതികളിലായാണ് കടന്നപ്പള്ളി ശ്രീ വെള്ളലാത്ത് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടക്കുന്നത്. മാർച്ച് 5-ന് ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കിഴക്കേക്കര LP സ്കൂൾ പരിസരത്ത് നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിലേക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. തുടർന്ന് 6:30-ന് സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലന്റെ അധ്യക്ഷതയിൽ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ സജീവ് മറോളി നിർവഹിക്കും. മാർച്ച് 6 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം, വൈകുന്നേരം 7:45 മുതൽ ഭജൻ സന്ധ്യ, 8:30-ന് തിരുവാതിര, 8:45-ന് നൃത്താർച്ചന എന്നിവയും നടക്കും. മാർച്ച് 7-ന് മഹാശിവരാത്രി ദിനത്തിൽ ക്ഷേത്രാചാര്യൻ നടുവത്ത് പുടയൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജാകർമ്മങ്ങളും വൈകുന്നേരം 5 മണിക്ക് തിടമ്പ് നൃത്തവും നടക്കും. രാത്രി 8 മണിക്ക് പാണപ്പുഴ പത്മനാഭൻ പണിക്കരുടെ ആധ്യാത്മിക പ്രഭാഷണം, 9 മണിക്ക് ഓട്ടംതുള്ളൽ എന്നിവയും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് D. അജയകുമാർ, സെക്രട്ടറി C. വിനേഷ്, AC രമേശൻ, PK മധുസൂദനൻ, KP ജയചന്ദ്രൻ, M. സഹജൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഇനി മാറ്റുലി കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. അവാർഡ് നിർണയത്തെക്കുറിച്ചുള്ള നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. അതായത് സൂപ്പർ സ്റ്റാറുകൾ നായകന്മാരായിട്ട് വരുന്ന വളരെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന തലത്തിലുള്ള സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ജനകീയ സ്വഭാവമുള്ള സിനിമകളാണ് ഈ പറയുന്ന ചാർലി ആയാലും എന്നിന്റെ മൊയ്തീൻ ആയാലും. അവർ പ്രേക്ഷകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒട്ടും നമ്മളെ വിരസത അനുഭവിപ്പിക്കാതെ സിനിമ എടുത്തുള്ള സിനിമകളാണ്. അത്തരം സിനിമകൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒട്ടേറെ സിനിമകൾ പരിഗണിക്കാതെ പോയതിൻ്റെ പരാതികളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വെളുത്ത രാത്രികൾ എന്ന് പറയുന്ന റാസി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രദർശനം നടന്നപ്പോഴൊക്കെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സിനിമയാണ്. പ്രത്യേകിച്ച് നമ്മളെ അമീബ, നമ്മളെ മനോജ് ഖാനൻ്റെ അമീബ എന്ന് പറയുന്ന പിക്ചർ, അത് പയ്യന്നൂരുകാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പയ്യന്നൂരുകാർക്ക് എന്നുള്ള രീതിയിൽ ഒരു പൊതുധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിനിമക്ക് വളരെ വലിയൊരു അംഗീകാരം ഇതിൽ രണ്ടാമത്തെ സിനിമയായിട്ട് അംഗീകരിക്കുക എന്ന് തന്നെ പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിൽ കൂടുതലും വന്നത് യുവാക്കളാണ്. ദുൽഖർ സൽമാനെ പോലുള്ള മികച്ച നടന്മാരും അതുപോലെ സൂപ്പർ താരങ്ങളൊന്നുമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. കാരണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ മികച്ച നടനുള്ള അവസാന ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ജയസൂര്യ, കൊച്ചുപ്രേമൻ, ഇന്ദ്രൻസ് ഇവരുടെ പേരാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മറ്റ് സ്വാധീനങ്ങളൊന്നുമില്ലാത്തൊരു നല്ല രീതിയിലുള്ളൊരു സെലക്ഷനായിരുന്നു ഈ വർഷത്തെ സംസ്ഥാന സിനിമാ അവാർഡ്. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഈ പല ചാനലുകൾ നടത്തിയ അവാർഡ് നിർണ്ണയങ്ങളിലും ഒന്നാം സ്ഥാനം കിട്ടുകയും തീർച്ചയായും അദ്ദേഹത്തിന് ഒരു തഴയുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇപ്രാവശ്യം നടന്ന ഈ ഇതിൽ ചലച്ചിത്ര അവാർഡ് ദാനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ അത് കൃത്യമായ ഒരു ചാർലി എന്ന് പറയുന്ന സിനിമ മോശമായിരുന്നു എന്നൊന്നുമല്ല പറയുന്നത്, എങ്കിൽ പോലും ആ ഒരു നിലവാരത്തിനേക്കാൾ കൂടുതൽ നന്നായി തന്നെ പൃഥ്വിരാജ് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. നല്ല നടൻ എന്നയാൾ, ബെസ്റ്റ് ആക്ടർ എന്നയാൾ, ജനപ്രിയ നടൻ എന്നയാൾ. അപ്പോൾ മലയാളത്തിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എല്ലാവർക്കും പുരസ്കാരം. സ്വഭാവ നടന്മാരിൽ പല പേരുകൾക്കും സ്വഭാവം, ഇങ്ങനെ പുരസ്കാരം. അപ്പോൾ പുരസ്കാരം എന്നതിൻ്റെ സത്ത ചോർന്നു പോയ ഒരു കാലത്ത് ഇതിനെക്കുറിച്ച് എന്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊരു അങ്ങനെ സാധാരണ നമ്മൾ പറയുന്നത് സോ കോൾഡ് ഒരു പ്രൊസീജിയർ. അതിനപ്പുറം ഒരു അവാർഡിനെ പരിഗണിക്കുക, ആ അവാർഡിനെ വിലയിരുത്തുക. എന്തിനാണപ്പോൾ നമ്മുടെ ബഹുമാന്യയായ ശാലു മേനോൻ ഇന്ത്യൻ സിനിമയുടെ സെൻസർ ബോർഡിൽ അംഗമായിരിക്കുന്ന ഒരു കാലത്ത് ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയുണ്ടെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ അങ്ങ് എന്ത് ഉത്തരം പറയും? തികച്ചും അന്യായമായ രീതിയിലാണ് നൽകിയതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം യഥാർത്ഥത്തിൽ അർഹിക്കുന്ന നടൻ്റെ കൈകളിലേക്ക് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നല്ല നടനുള്ള അവാർഡ് എത്തിയിട്ടില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിലയിരുത്താൻ പറ്റിയത് ദുൽഖർ സൽമാനേക്കാളും മികച്ച ഒരു പ്രകടനം എന്നും നിൻ്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് അത് നൽകാത്തത് തികച്ചും അപ്രായോഗികമായ ഒരു നടപടിയാണ്. സിനിമ അവാർഡാണ്, സിനിമാ രംഗത്ത് ഉള്ള ഒരു അവാർഡ് തന്നെയാണ് ഇത്തവണത്തെ ചലച്ചിത്ര അവാർഡിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായിട്ടും പുതുമുഖങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ അവരുടേതായ പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു ഒരു സിനിമ എന്ന പ്രതിഭാസത്തെ ഈ തലമുറയ്ക്ക് നൽകുന്ന വലിയ ഒരു പുത്തൻ ഉണർവ് നൽകുന്ന ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പുതിയ സിനിമ നിർമ്മിക്കുന്ന ഒരു താരങ്ങൾ തന്നെയായി പുതിയ ഒരു സംവിധാനം മാറുകയാണ്. തീർച്ചയായിട്ടും ഈ സംവിധാനത്തെ തന്നെ ഗവൺമെൻറ് ആ നിലക്ക് കാണുന്നു എന്നുള്ളതാണ് പുതിയ ചലച്ചിത്ര അവാർഡിനകത്ത് നമുക്ക് കൃത്യമായും കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ രജിസ്ട്രാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിലെ ഓൺലൈൻ സംവിധാനം തുടക്കത്തിലെ പാളിയതാണ് ഓഫീസ് പ്രവർത്തനം താറുമാറാക്കിയത്. പയ്യന്നൂരിൽ വൻ വ്യാജ CD വേട്ട. പയ്യന്നൂർ സൗത്ത് ബസാറിലെ CD ഷോപ്പിൽ നിന്നാണ് 1000-ഓളം വ്യാജ CDകൾ പിടികൂടിയത്. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ വനിതാ പാർലമെന്റിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. പ്രമുഖ നാടക സംവിധായകനും സംസ്ഥാന അവാർഡ് ജേതാവുമായ കോക്കാട് ശശിധരൻ അന്തരിച്ചു. 3.5 പതിറ്റാണ്ടുകാലത്തെ നാടകരംഗത്തെ സജീവ സാന്നിധ്യമാണ് ശശിധരന്റെ വിയോഗത്തിലൂടെ നഷ്ടമായത്. പ്രതിസന്ധികൾക്കിടയിലും തളരാതെ കല്ലുമ്മക്കായ കൃഷിയിൽ വിജയഗാഥ രചിച്ച് കൗവായിക്കായൽ സംരക്ഷണ സമിതി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.